ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംഗ്ലീഷ് മൊമെൻറ്റ്സ് ബൈ മീര. RF മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയുമ്പോൾ റേഡിയോ ഫ്രീക്വൻസി മൈക്രോ നീഡ്ലിംഗ് രണ്ടെണ്ണം ഒരുമിച്ചാക്കുന്നതാണ്. മൈക്രോ നീഡ്ലിങ്ങും റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റും കൂടെ. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിന്നൊരു പ്രൊസീജിയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് കരുതി. അപ്പോൾ ഈ പ്രൊസീജിയറിൻ്റെ പേരെന്ന് പറയുന്നത് RF മൈക്രോ നീഡ്ലിംഗ്, റേഡിയോ ഫ്രീക്വൻസി മൈക്രോ നീഡ്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ പ്രിപ്പറേഷൻ വേണം, പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കെയർ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറയാം ആദ്യം. അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കാണാം. ആക്ച്വലി ഈ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് ആക്ച്വലി ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണാമായിരിക്കും, എൻ്റെ മുഖം ഇങ്ങനെ അടിച്ച് ചതച്ചതുപോലെ ഇരിക്കുന്നത് കാണാമായിരിക്കും. അപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു സ്കിന്നിൽ ചെറിയ മൈക്രോ ഡാമേജസ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത് മൈക്രോ നീഡ്ലിങ്ങിൽ. അപ്പോൾ അതാണ് നമുക്ക് കാണുന്നത്. ഫുൾ ഇങ്ങനെ അടിച്ച് ചതച്ച പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ എൻ്റെ മുഖം ഇങ്ങനെ ആക്കിയെടുക്കാം എന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഞാനിത് സെക്കൻഡ് ടൈമാണ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഈ സെയിം ക്ലിനിക്കിൽ തന്നെയാണ് ചെയ്തത്. ആക്ച്വലി നമ്മളിതൊരു 4 വീക്സ് കൂടുമ്പം ഒരു ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു കോഴ്സ് പോലെ 6 ടൈംസ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇതിനൊരു പ്രോപ്പറായിട്ടൊരു റിസൾട്ടൊക്കെ വരുന്നത്. അപ്പം ഞാനിതിന് മുമ്പ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 6 സിറ്റിങ്സ് വേണ്ടി വരും എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് ആക്ച്വലി ഇവിടുന്ന് എനിക്കൊരു 45 മൈൽസ് ഡ്രൈവ് ഉണ്ട് ഈ ഒരു ക്ലിനിക്കിലേക്ക്. അതുകൊണ്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രൊസീജിയറിൻ്റെ ഒരു ടൈമും ട്രാവൽ ടൈമും എല്ലാം കൂടി ഒരു 4 hours പോക്കാം. അതുകൊണ്ട് നമുക്കത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ പോയി ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ല. പിന്നെ ഇപ്പോഴാണ് കിട്ടിയത്. അപ്പം എനിക്ക് അഡൾട്ട് ആക്നി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു സമയത്താണ് ഞാൻ ആദ്യം ചെയ്തത്. അപ്പോൾ എനിക്ക് കുറേ സ്കാർസൊക്കെ പോയി, വൃത്തിയായിരുന്നു ഫേസിൽ നിന്ന്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു 6-7 months ആയിട്ട് ഇത് ആക്നി മെഡിക്കേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പം ഇപ്പോൾ ആകെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസൈൽ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെനിക്ക് അത്ര ഒരു എഫക്റ്റീവ് അല്ല. എങ്കിലും അത്യാവശ്യം ഒന്ന് പിടിച്ച് നിർത്താനായിട്ടൊക്കെ ഓക്കെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് കുരുവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫേസിൽ ഇവിടെയൊക്കെ ആയിട്ട് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുമൊക്കെ പോകാൻ ഇത് നല്ലതാണ്. ആക്ച്വലി ഇത് എനിക്ക് വർക്ക് ചെയ്യുമെന്നുള്ളതിന് എനിക്ക് അങ്ങനെ വലിയൊരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ കുറഞ്ഞു, പോസ് റെഡ്യൂസ്ഡ് ആയി. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ആക്ച്വലി ഇവിടെ ഒരു കുഴി പോലെ കാണാൻ പറ്റും. ഇതൊരു പൊള്ളിയിട്ടുള്ളൊരു സ്കാറായിരുന്നു. അതിങ്ങനെ കറുത്ത് കിടക്കായിരുന്നു. അപ്പം ഞാൻ ഈ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതൊന്ന് ലൈറ്റായിട്ട് ഫെയ്ഡായിരുന്നു. പക്ഷേ ഈ ഒരു മൈക്രോ നീഡ്ലിംഗ് ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് ഫെയ്ഡായി. അതിൻ്റെ ആ സ്കാറ്, ഈ കുഴി ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്തു. ഒത്തിരി കംപ്ലീറ്റ് ആയിട്ട് പോയെന്നല്ല, എങ്കിലും ഒരു 40-50% ഒരു റിഡക്ഷൻ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻറ്റഡ് സ്കാർസ് ഉള്ള ആളുകൾക്കൊന്നും ഇത് മാത്രം ചെയ്തുകൊണ്ട് സ്കാർസ് പോവില്ല. പക്ഷേ എന്നാൽ ചെറിയ ചെറിയ സ്കാർസൊക്കെ ഉണ്ട്, ആക്നി സ്കാർസൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു 5-6 സെഷനൊക്കെ മൈക്രോ നീഡ്ലിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാവും തോന്നുന്നു. എനിക്കെന്തായാലും എൻ്റെ സ്കിന്നിൽ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ്. പിന്നെ ഇതിനൊരു നമുക്കൊരു പ്രീ കെയറും പോസ്റ്റ് കെയറും ഉണ്ട്. പ്രീ കെയർ വന്നിട്ട് നമ്മൾ എല്ലാം ഇങ്ങനത്തെ ഒരു ഇൻവേസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇപ്പം സ്കിൻ കെയറൊക്കെ എല്ലാവരും ചെയ്യുന്നതാണല്ലോ, അതിലെ ആക്റ്റീവ്സ് ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതായത് റെറ്റിനോൾ, AHA, BHA, വിറ്റമിൻ C, ബെൻസൈൽ പെറോക്സൈഡ്, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരു 5 ദിവസത്തേക്ക് നിർത്തി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യണം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ്, പിന്നെ സെറമൈഡ് ഉള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, അങ്ങനെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പ്രീ കെയറിന് വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രീ കെയർ. എന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെ പ്രോസസ്സും വളരെ സിമ്പിളാണ്. ആദ്യം അവർ നമ്പിങ് ക്രീം ഇടും, കാരണം ഇത് കുറച്ച് പെയിൻഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ പെയിനൊന്നും വരില്ല. പിന്നെ അതിനുശേഷം പ്രോസസ്സിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ് കെയർ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രീ കെയറിൽ ചെയ്ത പോലെ തന്നെ ആക്റ്റീവ്സ് എല്ലാം ഒഴിവാക്കണം 5 ദിവസത്തേക്ക്. കൂടുതൽ നമ്മൾ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ നോക്കുക. ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുക. അലോവേര ജെല്ല് നല്ലതാണ്, നിയാസിനമൈഡ് നല്ലതാണ്. ഈ ഹീലിംഗ് എയ്ഡ് ചെയ്യുന്നതിന് ഉള്ള സംഭവങ്ങളൊക്കെ
ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു LED ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് കെയറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്ന് അധികം ഹീറ്റ് ആവാതെ നോക്കണം. അപ്പോൾ നമ്മൾ എന്താ പറയുക, സോണ, അതുപോലെ തന്നെ ടാൻ ബെഡ്, എക്സസൈസ്, സ്വിമ്മിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. നമ്മളുടെ സ്കിൻ ഒരുപാട് ഹീറ്റപ്പ് ആവാതെ കൂളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ സ്കിന്നിങ്ങനെ ഭയങ്കര ചൂടായിട്ടിരിക്കുന്ന പോലെ. അപ്പോൾ അത് നമ്മൾ മാക്സിമം ചൂടാവാതെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം, സൺ എക്സ്പോഷർ കുറയ്ക്കണം. പിന്നെ നമുക്കൊരു പ്ലാനിങ് വേണം. നമ്മൾ പെട്ടെന്നൊരു ഹോളിഡേയോ വെക്കേഷനോ ഒക്കെ പോകുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ടെങ്കിലും നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് സൺ എക്സ്പോഷർ ഇതിന് ശേഷം വരുന്നത് നല്ലതല്ല. ഇതിന് തൊട്ട് മുമ്പും തൊട്ട് ശേഷവും ഒത്തിരി സൺ എക്സ്പോഷർ ഉണ്ടാവാതിരിക്കുക, ഒത്തിരി ടാൻ ബെഡ് യൂസ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ബീച്ച് ഹോളിഡേയ്സ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. മിനറൽ സൺസ്ക്രീൻ ആണ് ഏറ്റവും നല്ലത് ഇതിന് ശേഷം യൂസ് ചെയ്യാനായിട്ട്. മുമ്പ് നമുക്ക് നോർമൽ യൂസ് ചെയ്യാം. ഈ പ്രൊസീജിയറിന് ശേഷം എപ്പോഴും മിനറൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് കെയർ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഗബ്രുക്കുട്ടിന് മാക്ഡൊണാൾഡ്സ് എന്നൊരു ഹാപ്പി മീൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി കയറിയതാണ്. പിന്നെ ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് വഴി നിറയെ ഡെയ്സീസ് ആണ്, ഇങ്ങനെ ഫുൾ പാടം പോലെ നിറച്ച് നിൽപ്പുണ്ട്. ഇതെല്ലാം വൈൽഡ് ഡെയ്സീസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗബ്രുക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ. അപ്പോൾ അവനാണിപ്പോൾ എൻ്റെ വീഡിയോഗ്രാഫർ. അപ്പോൾ ഞാൻ വന്നു. ഇവിടെ കുറച്ച് ലേറ്റായി, പക്ഷേ എങ്കിലും അവർ ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ കൺസൾട്ടേഷൻ ഫോമൊക്കെ സൈൻ ചെയ്തു. അതിനുശേഷം നമ്പിങ് ക്രീം ഇട്ടിരിക്കുകയാണ്. നമ്പിങ് ക്രീം ഇട്ടിട്ട് ഒരു 20-25 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ ഫേസ് അത്യാവശ്യം നമ്പാവും. അപ്പോൾ ഇത് ചെയ്യാൻ അവർക്കും സുഖമാണ്, നമുക്കും സുഖമാണ്. ഇതാണ് അവരുടെ ലൗഞ്ച്. അപ്പം ഞങ്ങളിവിടെ നമ്പിങ് ക്രീം ഇട്ടിട്ട് ഇരുന്ന് ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്പിങ് ക്രീം ഇട്ടൊരു 30 മിനിറ്റ്സ് ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യം തന്നെ നമ്മളുടെ ഈ നമ്പിങ് ക്രീം ഒന്ന് വൈപ്പ് ഓഫ് ചെയ്യും. അതിനുശേഷം ഒന്ന് ഞാൻ നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ട് അവരൊന്ന് ഒരു ആൽക്കഹോൾ വൈപ്പിട്ടും കൂടി ഒന്ന് വൈപ്പ് ചെയ്യും. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയലോ വൈറലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആൽക്കഹോൾ വൈപ്പിട്ടൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്യുന്നത്. അത് ഞാൻ ചോദിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഓരോരുത്തരുടെയും പ്രിഫറൻസ് പോലാണ്. ഇപ്പം എനിക്ക് ഈ നമ്പിങ് ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫേസ് ഫീൽ ചെയ്യാത്തതുകൊണ്ട്, ഇത് പ്രോപ്പറായിട്ട് പോകാത്തതുകൊണ്ട് അവരോട് ഞാൻ പറയും. അപ്പോൾ അവരൊന്ന് നല്ലപോലെ വൈപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് ഒന്നൊരു ആൽക്കഹോൾ വൈപ്പിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ വന്നു. അവരവിടെ പ്രൊസീജിയർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നെറ്റിയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ഇതൊരു RF മൈക്രോ നീഡ്ലിംഗ് വിത്ത് ഹൈലൂറോണിക് ആസിഡ് സിറം ആണ് ഇപ്പം അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറച്ചധികം ഹൈലൂറോണിക് സിറം നമ്മുടെ ഫേസിലിട്ടിട്ട് എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ മൈക്രോ നീഡ്ലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പം അങ്ങനെ ഒരു പെയിനോ അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നമുക്കിതൊന്ന് സ്കിന്നൊന്ന് എന്താ പറയുക, ഒന്ന് ടൈറ്റ് ആവുന്ന പോലെ ഒരു നമ്മൾ ഈ ഒരു സക്ഷൻ ഒരു ഫീൽ ചെയ്യും. നമുക്ക് അത്ര മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. ആ നീഡിൽസ് ഒന്നും ഫീൽ ചെയ്യത്തേയില്ല നമ്പിങ് ക്രീം ഇട്ടിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പം നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ എന്ത് പ്രൊസീജിയർ ചെയ്താലും അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താലാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടുക. അതുപോലെ തന്നെയാണ് ഇതിനും. അപ്പോൾ ഞാൻ ആദ്യം എന്താ പറയുക, ഇത് ഫസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ്, സ്കാർസൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഫെയ്ഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് കുറയുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നോർമലി ഒരു ആക്നീസ് വന്ന് അതിൻ്റെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ വന്നു കഴിയുമ്പോൾ
അതൊരു ഇയറൊക്കെ എടുക്കും, നിയർലി ഒരു ഇയറോളം എടുക്കും അതിൻ്റെ ആ ഒരു എന്താ പറയുക പിഗ്മെൻറ്റേഷൻ ഒന്നും മാറി അത് നോർമൽ സ്കിൻ കളറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട്, അതായത് വിത്തിൻ മന്ത്സ് ഒക്കെ അതൊന്ന് ഫെയ്ഡ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നൊരു അത് ഫെയ്ഡ് ചെയ്ത് മാറുന്നത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും ചെയ്യാം എന്ന് വിചാരിച്ചത്. എനിക്ക് ഈ അടുത്തായിട്ട് കുറച്ചധികം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ചെയ്തേക്കാമെന്ന് വെച്ചത്. അപ്പോൾ മൈക്രോ നീഡ്ലിംഗ് മെയിനായിട്ടും സ്കാർസും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെയാണ് നോക്കുന്നതെങ്കിലും ഒക്കെ മാറ്റാനാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിലും ചെറിയ ഫൈൻ ലൈൻസും ചെറിയ റിങ്കിൾസും ഒക്കെ മാറാനും മൈക്രോ നീഡ്ലിംഗ് ഇപ്പം നമ്മളിനി നെക്സ്റ്റ് കാണാൻ പോകുന്നത് അവർ എൻ്റെ ഐലിഡ്സിൽ ചെയ്യുന്നതാണ്. ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഞാൻ ഐലിഡ്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്കൊരു ചെറിയ പേടിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഡിസൈഡ് ടു ഗോ ഓൾ ഇൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് ഐലിഡ്സ് ചെയ്യാമെന്ന്. അപ്പോൾ അവർ ഐലിഡ്സ് ചെയ്യുമ്പം ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പവറിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല, വളരെ സേഫായിട്ട് ചെയ്യും. പിന്നെ ഈ മൈക്രോ നീഡ്ലിങ്ങിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് മറ്റ് ട്രീറ്റ്മെൻറ്റിനെ അപേക്ഷിച്ച് ദേ ക്യാൻ ഗോ വെരി വെരി ക്ലോസ് ടു യുവർ ഐസ്. അപ്പം നമുക്ക് ഈ എന്താ പറയുക ക്രോസ് ഫീറ്റും അതുപോലെ തന്നെ അണ്ടർ ഐ റിങ്കിൾസിനും ഒക്കെ ഇത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ RF മൈക്രോ നീഡ്ലിംഗ് സെഷൻ കഴിഞ്ഞു. അപ്പം എൻ്റെ മുഖത്ത് നല്ലതുപോലെ പാടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാം നല്ലതുപോലെ ഈ ചുമന്നതൊക്കെ കുറയും. പിന്നെ ഒരു വീക്കോളം 7 to 10 days എടുക്കും ഇതിൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ സ്കിന്നൊക്കെ ഒരഞ്ഞു പൊട്ടുമ്പോൾ ഉള്ള അതുപോലെ പൊറ്റം പോലെ വരില്ലേ, ആ സംഭവം വന്ന് ഇത് ഫുൾ ഹീലായി ആ ഒരു 7 to 10 days കഴിയുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് നമുക്കൊരു ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഫെയ്ഡ് ചെയ്ത് സ്കിൻ നന്നായിട്ട് വരുന്നത്. വീണ്ടും ആക്നെ വരുമ്പോഴാണ് പിന്നെ ഒരു പ്രശ്നം. പിന്നെ എനിക്കിതുവരെ അങ്ങനെ ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ LED ലൈറ്റാണ്. അപ്പോൾ എനിക്ക് 2 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്, ഒന്ന് റെഡും പിന്നെ ഒന്ന് ബ്ലൂവും. അപ്പോൾ റെഡ് ആൻറ്റി ഏജിങ് കൊളാജൻ പ്രൊഡക്ഷൻ സ്റ്റിമുലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ ആണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയലൊക്കെയാണ്. അപ്പോൾ ആക്നെയ്ക്ക് വേണ്ടിയിട്ടാണ് ബ്ലൂ യൂസ് ചെയ്യുന്നത്. എനിക്ക് റെഡും ബ്ലൂവും ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഭയങ്കര ഇൻറ്റൻസിറ്റിയാണ് ഈ ലൈറ്റിന്. ഞാൻ ആക്ച്വലി LED മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഭയങ്കര റെഡായിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് ഇത് പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ റെഡ്നെസ്. അപ്പോൾ അവർ പോയ വഴികളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ് വിൽ ഓൾ ബി ഗോൺ ബൈ ടുമോറോ. നല്ല സ്കിൻ ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഹൈലറോണിക് ആസിഡ് ഓ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബ്രീത്ത്. ഐലെറ്റ്സിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഐലെറ്റ്സിൽ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ഇതിൽ കുറച്ച് ഇത് വന്നിട്ട് നമുക്ക് റെഡ്നെസ് കാണാനുണ്ട്. So that's all done. Let's go.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടു മൈക്രോ നീഡ്ലിംഗ്, RF മൈക്രോ നീഡ്ലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു. അപ്പോൾ ഇതിന് എനിക്ക് പേഴ്സണലി റിസൾട്ടുണ്ട്. അപ്പം ഞാൻ പോയത് ബർമിംഗ്ഹാമിൽ UK ഈസ്തെറ്റിക്സ് ലൗഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലിനിക്കിലാണ് പോകുന്നത്. പിന്നെ ഇതിന് നമ്മളൊരു എന്താ പറയുക, അവർക്കൊരു പേപ്പറൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് കോൾഡ് സോറോ ഹെർപ്പീസോ ഒക്കെ ഉണ്ടെങ്കിൽ മൈക്രോ നീഡ്ലിംഗ് ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെയും വരാൻ ചാൻസ് കൂടുതലാണ്. ഫംഗൽ വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആക്റ്റീവ് ആക്നീസ് ഉള്ളവർ ചെയ്യാതിരിക്കുക, കാരണം ബാക്ടീരിയ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇതൊക്കെ വളരെ ചെറിയ ചാൻസാണുള്ളത്. ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമുക്കിത് സ്യൂട്ടബിൾ ആവുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നല്ലൊരു ക്ലിനിക്കിൽ നല്ല ടെക്നീഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ട്, നല്ല ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുക. റിസൾട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ചെയ്യാതിരിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. I hear the sounds of your heartbeat.